കേരളത്തിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ബ്ലൈൻഡ് സൈക്കോ ആൻഡ് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണർ ആയിട്ടുള്ള ഹരി ശങ്കറും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ BGMI നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. സോ ഇപ്പോഴേ ഞങ്ങൾക്ക് ടെൻഷനാണ് ഇപ്പൊ ഫാൻ ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. സോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്താണ്? BGMI നിർത്തുന്നു എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ അത് സ്ട്രീം ചെയ്തിരിക്കാന്ന് പറയാൻ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പം ഞാൻ സ്പോർട്സ് പ്ലെയർ ആയിട്ടല്ല ഇത് തുടങ്ങി. സ്പോർട്സ് പ്ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു 12 hours അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ ഫുട്ബോളൊക്കെ ഒരു മാച്ചിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിന് വേണ്ടി നമ്മൾ ഡെയിലി ഇരുന്ന് ഇത് ചെയ്യണം. കുറച്ചുകൂടെ ടീഡിയസ് ആണ്. ഫിസിക്കലി ആ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോബ്ലം, അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതിന്. സ്പോർട്സ് അങ്ങനെ ഇരുന്ന് കളിക്കുക എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത്. അല്ലാതെ ഓഡിയൻസ് കാണാൻ വേണ്ടി സ്പോർട്സ് ഇരുന്ന് കളിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു പരിപാടിയല്ല. അത് ഒരു മോശം മെസ്സേജ് കൊടുക്കത്തുള്ളൂ. കാരണം ഓഡിയൻസിനെ കൂട്ടാൻ വേണ്ടിയല്ല നമ്മളൊരു സ്പോർട്സ് കോമ്പറ്റീഷൻ കളിക്കുന്നത്. അത് ടോപ്പിലെത്തുക എന്നുള്ളതിന് വേണ്ടിയാണ്. ആ ഒരു ഡ്രൈവ് നമ്മൾക്ക് 100% ഇപ്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് വരും. അപ്പോൾ 100% അതിന് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ഞാൻ BGMI കുറച്ച് നാൾ പിന്നെ അതല്ലാതെ നോർമൽ മാച്ചസ് ഒക്കെ സ്ട്രീം ചെയ്തു. പക്ഷേ സ്ട്രീം ചെയ്തിട്ടാണെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചാലഞ്ച് തീർത്തപ്പോഴത്തേക്ക് ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. കാരണം ഇത് ചുമ്മാ ഇങ്ങനെ ആയിരുന്നു ഒരു പർപ്പസ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അങ്ങ് ഒരു സുഖം തോന്നിയില്ല. ഈ എഞ്ചിനീയറിംഗ് എടുത്ത പോലത്തെ തന്നെ ഒരു സിറ്റുവേഷനാണ്. ഒരു പർപ്പസ് ഇല്ലാന്ന് ഫീൽ ചെയ്തു. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെ എനിക്ക് എങ്ങനെ പിടിച്ചെടുത്താൻ പറ്റും എന്നുള്ളൊരു മെയിൻ കൺസേൺ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യം, ഒരു ഗെയിമർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ PC ഗെയിംസ് ആണ്. ഒരു PC എടുത്ത് വെച്ചിട്ട് നല്ല നല്ല ഗെയിംസ് കളിച്ചില്ല എന്ന് പറഞ്ഞാൽ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത്രയും നല്ല ഗെയിംസ് മിസ് ഔട്ട് ചെയ്ത് ഒരു ഗെയിമിൽ മാത്രം അങ്ങനെ ഫോക്കസ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒരുപാട് വെറൈറ്റി ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റുന്ന സമയത്തിരുന്ന് സ്ട്രീം ചെയ്ത്, ലൈക്ക് എല്ലാവർക്കും ഗെയിംസ് വാങ്ങാൻ പറ്റിയെന്നിരിക്കില്ല, ലൈക്ക് ഇരുന്ന് കളിക്കാനും പറ്റിയെന്നിരിക്കില്ല, PC ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാകില്ല. പക്ഷെ അങ്ങനെ കാണാനിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത് വെറൈറ്റി ഗെയിംസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഇപ്പോൾ BGMI ആയിരിക്കാം കൂടുതൽ ഏൺ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷെ അങ്ങനെ അത് വെച്ചുകൊണ്ട് ലൈക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പരിപാടി. പക്ഷെ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒക്കെ തന്നെ വന്നോളൂ. ഈ പുതിയ പുതിയ ഗെയിമുകൾ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു ഗെയിം അല്ലാതെ തന്നെ പണത്തിനപ്പുറം ആളുകൾ പുതിയ ഗെയിമുകൾ ട്രൈ ചെയ്യണം, കളിക്കണം, അങ്ങനെ ആഗ്രഹമുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഈ ലാസ്റ്റ് ഒരു 4-5 months ഏകദേശം 10 ഗെയിംസോളം സ്ട്രീം ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഗെയിംസ്. അതിൽ ഞാൻ എടുത്തു പറയേണ്ട കഴിഞ്ഞ കൊല്ലം ഗെയിം ഓഫ് ദി ഇയർ ആയ ക്ലിയർ ഒബ്സ്ക്യൂർ എക്സ്പെഡിഷൻ 33 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഗെയിമിൻ്റെ സ്റ്റൈല് കാരണം കളിക്കാതെ ഇരുന്നതാണ്. പക്ഷെ അത് കളിച്ച് കഴിഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു ഗെയിം ഞാൻ കളിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല, ലൈക്ക് അതൊരു ടീമിൻ്റെ പാഷൻ പ്രോജക്റ്റാണ്. വളരെ കുറച്ച് പേര് ചേർന്ന് അവരുടെ ഹാർട്ട് ആൻഡ് സോള് കൊടുത്ത് ഇത് ചെയ്തേക്കുന്നൊരു ഗെയിമാണ്. അത് ഭയങ്കര ലാസ്റ്റ് തീരുമ്പോഴത്തേക്കും കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അതൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഈ BGMI അല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ ഒക്ടെയിൻ ഗെയിംസ് കളിക്കുമ്പോൾ അതിൻ്റെ ആ സ്പീഡും ആ ഒരു ഫണ്ണും കാരണമാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഗെയിംസ് സ്ലോ ആണെങ്കിൽ കൂടി അതിൻ്റെ ആ ഇമോഷണൽ ആസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സിനിമ കാണാതിരിക്കുന്ന പോലെ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഇത് ചെയ്യില്ല, റിഗ്രറ്റ് ചെയ്യില്ല. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസാണ്. അങ്ങനെ ഒരുപാട് ഗെയിംസ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത കളിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് റെഡ് ഡെഡ് റിഡംപ്ഷൻ എന്ന് പറഞ്ഞ്. ഇതുവരെ കളിച്ചിട്ടില്ല, RDR2. അപ്പോൾ അത് കളിക്കും. അങ്ങനെ എല്ലാ നല്ല ഗെയിംസും ഇനി കളിക്കും. എനിക്ക് വെറൈറ്റി ഗെയിംസ് കളിക്കണം. BGMI കളിക്കുന്നതിലൂടെ ആ ആൾക്കാർ പിന്നീട് തിരിച്ചു പോകുക അതിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വെറൈറ്റി ഗെയിംസ് കളിക്കാൻ ഒരു ചടപ്പാവും. കാരണം വന്ന് കമൻറ്റ് ചെയ്യാൻ തുടങ്ങും, മറ്റത് മതി, ഇത് വേണ്ട. ഇപ്പം ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു, ഇന്നലെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ്, 5 ദിവസം BGMI, ഒരു ദിവസം വെറൈറ്റി ഗെയിം. ഞാൻ ഈ ഒരു ദിവസം വെറൈറ്റി ഗെയിം കളിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ദിവസം എടുക്കും ആ ഗെയിം തീർക്കാൻ? അപ്പൊ എനിക്കത് കോമഡി ആയിട്ട് തോന്നിയാ, ലൈക്ക് ആ ഒരു ഇമോഷന്റെ പുറത്ത് ആൾക്കാർ പറയുന്നത്. കാരണം BGMI ഞാൻ അത്രമാത്രം ആലോചിച്ച് പഠിച്ച് കളിച്ചൊരു ഗെയിമാണ്. സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ടോപ്പ്
1000-ൽ മേ ബി കാണത്തില്ല. പക്ഷെ എൻ്റെ അത്രമാത്രം ഞാൻ പഠിച്ചിരുന്ന ഗെയിമാണ് അത്. ലൈക്ക് പല കാര്യങ്ങളും സ്കൂളിൽ പഠിച്ച പോലെ തന്നെ ഞാൻ ആ ഗെയിമിൽ ഹാർഡ് വർക്ക് ഉണ്ട് ബാക്കിൽ. ഉണ്ട്. ഗെയിമിന്റെ മെക്കാനിക്സ് ഒക്കെ നോക്കുക. അങ്ങനെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി ഞാൻ നോക്കുന്ന സമയമൊക്കെ അളക്കുവാണ്. ഇങ്ങനെ ഒരു ബോംബ് എറിയുമ്പോൾ പൊട്ടാൻ എത്ര നേരം, കയ്യിൽ ഇരിക്കുമ്പോൾ എത്ര നേരം, അങ്ങനത്തെ അതിന്റെ ട്രജക്ടറി ഒക്കെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാതെ എന്താ ചുമ്മാ റാൻഡം ആയിട്ടല്ല. അപ്പം കഴിവ് വെച്ച് നോക്കുമ്പോൾ BGMIയുടെ ഗിഫ്റ്റഡ് പ്ലെയർ ഒന്നുമല്ല. പക്ഷെ ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് അത് വേറെ രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ നോക്കിയതേ ഉള്ളൂ. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതേ ഇത് തന്നെയാണ് ഞാൻ ലൈഫിൽ എവിടെ പോയാലും അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിവിന്റെ കാര്യത്തിൽ മേ ബി പുറകോട്ടായിരിക്കും, പക്ഷെ അത് ആൾക്കാർക്ക് തോന്നാതിരിക്കുക എന്നുള്ളതാണ് ആക്ച്വൽ കഴിവ്. അങ്ങനെ ആ ഒരു ലെവലിൽ എത്തിക്കുക എന്ത് ചെയ്താലും അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല ഒന്നിലും ഗിഫ്റ്റഡ് അല്ല ഒരു കാര്യത്തിലും. എന്തെന്നാ മറ്റേ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് അറിയില്ലേ, അതില് വലിയ മെച്ചമില്ല. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഈസ് ബെറ്റർ. ലൈക്ക് അത് പാർഷ്യലാണ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ ബട്ട് ബെറ്റർ ദാൻ മാസ്റ്റർ ഓഫ് വൺ. അത് ഫുള്ള് വരുമ്പോഴത്തേക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സിന്റെ ഒരു PG അല്ലാത്തൊരു വേർഷൻ ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാതിരുന്ന വെച്ചാണ്ടാ തുടങ്ങുന്നത്. എന്തായാലും അപ്പൊ ലൈക്ക് അതൊരു വലിയ വെച്ചല്ല. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സിന്റെ അർത്ഥം അറിയോ? ജാക്ക്, ക്വീൻ, കിങ്, ഈസ്. ആ ജാക്കാ അറിയോ? ആ ജാക്കാ. ജാക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പുറകിലല്ലോ ഈ മൂന്ന്. പക്ഷെ കോർട്ടിലേക്ക് മിസ്ഇന്റർപ്രിറ്റഡ് ആണ് കുറെ. ഈ ജാക്ക് എന്ന് വെച്ചാൽ എയ്സ് ഓഫ് ഓൾ ട്രേഡ്സ് ആണ് മറ്റത്. എല്ലാത്തിലും കേമൻ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് വെച്ചാൽ എല്ലാത്തിലും പോങ്ങൻ. ഇപ്പൊ എവിടെ സൈക്കോ ആൾക്കാർ ചോദിക്കുമ്പോ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് ആ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നുണ്ടായത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്, ഈ ഗെയിം കളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോയോ, കല്യാണം കഴിഞ്ഞോ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ് കൂടുതലും വരുന്നത്. മേ ബി ബാക്കിയുള്ളവർ കല്യാണം കഴിക്കുന്നത് കൊണ്ടായിരിക്കും. എനിക്കറിയാം, കല്യാണം കഴിഞ്ഞില്ലല്ലോ. എനിക്ക് 25 വയസ്സായപ്പോ. 25 27 ആണെന്ന് തോന്നുന്നു. ഗൂഗിളിലുണ്ട്. ഗൂഗിളിലുണ്ട്. ഞാനും ഞെട്ടി കണ്ട പറയുന്നല്ലേ. അതൊന്നും ഞാൻ പറയില്ല. ഒന്നും മിണ്ടണില്ല. അപ്പൊ ഞാൻ ഈ ഇതിന്റെ ആൻസർ ഞാൻ ഇപ്പോഴും കുട്ടി നിക്കറിട്ടാണ്ടാ വീട്ടിൽ കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു 4 കൊല്ലം കഴിയുമ്പോൾ നിക്കറിട്ട് കിടക്കുന്ന കൊച്ചിനെ നോക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഇട്ടേ. പക്ഷെ ആ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല എത്രയും പേർക്ക് അത് മനസ്സിലാകുന്ന ഞാൻ വിചാരിച്ചില്ല. കാരണം എൻ്റെ കംപ്ലീറ്റ് എന്താ ഒരു ഓണസ്റ്റ് ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോ പറയുന്നത്. അത് ആൾക്കാർക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് മനസ്സിലായി. മേ ബി പഴയ ആ ഒരു കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടായിരിക്കാം. ബട്ട് ആൾക്കാരത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ ആ ബ്രാൻഡിന്റെ ചെറിയൊരു ഇത് ഞാൻ മെൻഷൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂ. എന്നിരുന്നാലും ആ എന്താ ബ്രാൻഡിനുള്ളൊരു വിസിബിലിറ്റി അത് കൊടുത്തു. അതുവഴിയാണ് ഇന്റർവ്യൂ ആക്ച്വലി ഉണ്ടായത്. എന്നെ ശ്രീലാലേട്ടൻ മെസ്സേജ് അയച്ചത് സീറോ സിഗ്നലിന്റെ കാര്യം ചോദിച്ചത് ആ ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത് വെച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ആ വീഡിയോ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നു ഇതെങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കും ഈ ഒരു കാര്യം. കാരണം ഒരു 2020 സ്റ്റക്കായ പോരാ, നമ്മൾ മുന്നോട്ട് പോകണം. ആൾക്കാർ നോക്കുമ്പോൾ ഞാനൊരു PUBG പ്ലെയർ എന്നൊരു ഇതായിരിക്കും. പക്ഷെ അതിൽ കൂടുതലാണ് എനിക്ക് പേഴ്സണലി അതിൽ ഒതുങ്ങി നിന്നാൽ പോരാ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്യാനൊരു സ്പേസ് വേണമല്ലോ. അപ്പൊ അതിനാ ഒരു കൊക്കൂൺ ബ്രേക്ക് ചെയ്യണം. PUBG പ്ലെയർ എന്നുള്ള ഒരു കൊക്കൂണിൽ ഒതുങ്ങി നിന്നാൽ പോരാ, അത് ബ്രേക്ക് ചെയ്യണം. അതില് കഴിവ് തെളിയിക്കാൻ പറ്റിയ ഭാഗ്യം കൊണ്ട്. പക്ഷെ അതിനർത്ഥം അതിൽ മാത്രം നിന്നാൽ പോരാന്നല്ല, ബാക്കിയുള്ള ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യണം. മേ ബി ഞാൻ നല്ലൊരു വില്ലൻ ആയാലോ പറയാൻ പറ്റില്ല. എന്ത് മേ ബി ഒരു പൊളിറ്റീഷ്യൻ ആകാം, ബിസിനസ് മാൻ ആകാം, എന്ത് വേണേ ആകാം. ഞാൻ ഫാഷൻ ആകാം, ബിഗ് ബോസ് വിന്നർ ആവാം, എന്ത് വേണേ ആകാം. ആഗ്രഹമുണ്ടോ? എന്ത് വേണേ ആകാം. ലൈക്ക് ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാ ബിഗ് ബോസ് വിളിച്ച പോവോ? മേ ബി എക്സ്പ്രഷനിലുണ്ട് എല്ലാം. അതൊക്കെ പിന്നെ എല്ലാവർക്കും ഗെയിമിങ് കൊടുക്കാം. അവിടെ ചുമ്മാ ഇരിക്കുന്നവരും നമ്മുടെ PC ത്രൂ ഗെയിം കളിക്കട്ടെ. അല്ല ഈ 2026 ഫോൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞ ഒരിക്കലും ഒരു കുറവല്ലല്ലോ ഇപ്പൊ. അത് ആൾക്കാരിൽ വിസിബിലിറ്റി കൊടുക്കാൻ ഇത്രയും നല്ലൊരു സംഭവം വേറെ ഇല്ല. ഗംഗ എന്ന് പറഞ്ഞ പാട്ട് പാടിയ യേശുദാസ് സാറിനേക്കാൾ എത്രയോ ഗ്ലോബൽ റീച്ചാണ്
ആ പാടിയ ചേട്ടന് കിട്ടിയേക്കുന്നത്. എത്ര ബ്രാൻഡ് ഡീൽസാണ് കിട്ടിയേക്കുന്നതെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം ഒരു കൊറിയൻ പുള്ളിക്കാരത്തി ഗംഗ പാട്ട് പാടി ഈ ഒറ്റ വീഡിയോ കണ്ടോണ്ട്. ഡുവലിംഗോയുടെ ആഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ വൈറലാവാൻ 2026 ഐ ഡോണ്ട് തിങ്ക് ഒരു പ്ലാൻ വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആ എൻജോയ്മെന്റ് കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതാവും.